നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വീഡിയോ മലയാളത്തിലാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ മലയാളത്തിലൊരു വീഡിയോ ചെയ്തുകൂടെ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ മലയാളത്തിലാക്കാമെന്ന് വിചാരിച്ചത്. ഇതിൽ വിഷയം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ജോലിക്കാരിൽ നിന്ന് ബിസിനസ്സുകാരനിലേക്കുള്ള ഒരു മാറ്റം, ട്രാൻസിഷൻ ഫ്രം എ എംപ്ലോയി ടു ആൻ എൻ്റർപ്രണർ. അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഇത് 3 ഭാഗങ്ങളായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ആദ്യത്തെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ജോലിക്കുള്ള ഗുണങ്ങൾ. രണ്ടാമത്തെ എപ്പിസോഡിൽ ബിസിനസ്സിനുള്ള ഗുണങ്ങൾ ജോലിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ മൂന്നാമത്തെ എപ്പിസോഡിൽ എങ്ങനെ നമുക്ക് ഒരു എംപ്ലോയിയിൽ നിന്ന് എങ്ങനെ ഒരു എംപ്ലോയറിലേക്ക് എത്താം എന്നുള്ളതിനെ, അതിന് അഡോപ്റ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ്, അതിന് നമ്മൾ ചെയ്യേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെ, അതിനെയൊക്കെ കുറിച്ചിട്ടാണ് മൂന്നാമത്തെ എപ്പിസോഡ്. അങ്ങനെ 3 എപ്പിസോഡായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെനിഫിറ്റ്, ജോലിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വിചാരിച്ചാൽ, യു ഹാവ് എ സ്റ്റഡി ആൻഡ് പ്രെഡിക്റ്റബിൾ ഇൻകം. അതായത് നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി കിട്ടിയിരിക്കും. പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറി കിട്ടിയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എത്ര സാലറി കിട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവും. എത്ര ഇൻസെൻറ്റീവ് കിട്ടും, എത്ര സാലറി കിട്ടും, എത്ര ട്രാവലിംഗ് എക്സ്പെൻസ് കിട്ടും, എത്ര ഡെയിലി അലവൻസ് കിട്ടും, അങ്ങനെ എല്ലാ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ്സുകാരന് ഒരു പക്ഷേ അത് നടന്നോളുന്നില്ല. രണ്ടാമത്തത്, ഹാവ് എ വർക്ക് ലൈഫ് ബാലൻസ്. ജീവിതത്തിൻ്റെയും ജോലിയുടെ ഇടയിലൊരു ബാലൻസ് ഉണ്ട്. അതായത് വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 മുതൽ 5 വരെ, അല്ലെങ്കിൽ 10 മുതൽ 6 വരെ എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ നിങ്ങൾക്ക് ജോലി ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ അഥവാ ഇരിക്കേണ്ടി വന്നെന്നുണ്ടെങ്കിൽ മാക്സിമം പോയ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി നാളെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ വീട്ടിലേക്ക് പോകാം. അതേ സമയത്ത് വേറൊരു നമ്മുടെ സ്വന്തം ഒരു സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനുള്ളൊരു ചാൻസ് ഉണ്ടാവില്ല. മൂന്നാമത്തത് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യു ഹാവ് എ ലോ സ്ട്രെസ് ലെവൽ. ടെൻഷൻ ഉണ്ടാവില്ല. അതായത് നാളെ ആ ബില്ല് പേയ്മെൻറ്റ് നടത്താനുണ്ടല്ലോ, അപ്പോൾ അതിന് ഇവിടുന്ന് പൈസ അറേഞ്ച് ചെയ്യുക, അങ്ങനെ എന്നുള്ള ടെൻഷനൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പിന്നെ ഒരു സ്പെസിഫിക് സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ അനുസരിച്ച് മാത്രം മൂവ് ചെയ്താൽ മതി. പിന്നെ മാത്രമല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് HR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, നിങ്ങളെ ബോസുമാരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താം. നാലാമതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആൻഡ് പെർക്സ്. അതായത് ആനുവൽ ബോണസ് ഉണ്ടായിരിക്കും, ലീവ് ട്രാവൽ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, അതേപോലെ പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും. അതൊന്നും ഒരുപക്ഷെ പിന്നെ ഒരു ബിസിനസ്സുകാരന് തുടക്കത്തിൽ അങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല. അടുത്തൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, കരിയർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് പ്രൊമോഷൻ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെ പാസ്സായിട്ട് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പ്രൊമോഷൻ കിട്ടാം. അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പ്രൊമോഷൻ കിട്ടാം. നിങ്ങൾ നല്ല പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ, പ്രൈവറ്റ് കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം മുകളിലേക്ക് കയറിപ്പോവാം. പിന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവും ജോബിന്. ഗവൺമെൻറ് ജോലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ നിങ്ങളെ PF കിട്ടും, ഗ്രാറ്റുവിറ്റി കിട്ടും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒരു സോഷ്യൽ സ്റ്റാറ്റസും ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്ര പെൻഷൻ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കാണ്. അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ള ആ ജോലി മാത്രം നമ്മൾ ചെയ്താൽ മതി, അല്ലാണ്ട് കൂടുതലൊന്നും നമുക്ക് ചെയ്യണ്ട. പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ പിന്നെയും ചിലപ്പോൾ ചെയ്യേണ്ടി വന്നു എന്ന് വരും. പക്ഷേ ഗവൺമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് മൈ ജോബ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് എന്നു വെച്ചാൽ ഈസി ടു എൻ്റർ. അതായത് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് വർക്കിംഗ് ക്യാപിറ്റൽ വേണം, ഒരുപാട് ലൈസൻസുകൾ വേണം, അത് വേണം, ഇത് വേണം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേ സമയത്ത് ഒരു ജോലിക്കാണെന്നുണ്ടെങ്കിൽ, പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ്, ഗവൺമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ടെസ്റ്റ്, ഇപ്പോൾ PSC UPSC ഏതാണെന്ന് വെച്ചാൽ ആ ടെസ്റ്റ് എഴുതുക, റാങ്ക് ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് ഗവൺമെൻറ് ജോലി കിട്ടുന്നവരെ പണിയുള്ളൂ, കിട്ടിക്കഴിഞ്ഞാൽ പണിയില്ല എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ് പ്ലാനിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ചെന്നിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ജോലി ചെയ്യുക എന്നുള്ളതല്ലാണ്ട് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. നിങ്ങൾ പോവുക, നിങ്ങൾ ഏൽപ്പിച്ച ജോലി ചെയ്യുക,
പിന്നെ നിങ്ങളുടെ ടൈം ആകുമ്പോൾ വീട്ടിൽ പോവുക, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലായാലും പ്രൈവറ്റ് സ്ഥാപനത്തിലായാലും ഒരു എംപ്ലോയീനെ അങ്ങനെ വെറുതെ അങ്ങോട്ട് പിരിച്ചുവിടുക, അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കില്ല. അതിൻ്റേതായ കുറേ ഇതുണ്ട്. ഗവൺമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോകാൻ നിങ്ങൾക്ക് നിങ്ങളെ യൂണിയനെ അപ്രോച്ച് ചെയ്യാം. അങ്ങനെ ഒരുപാട് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വർക്ക് പ്ലേസ് കൾച്ചർ ഉണ്ടായിരിക്കും. അതായത് ഒരു ജോലി ചെയ്യുന്ന ഓഫീസിൽ ഒരു കൾച്ചർ ഉണ്ടായിരിക്കും, അവരുടെ ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അതുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോയാൽ മതി. അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെയാണ് ജോലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ, അതായത് ഹിഡൻ ബെനിഫിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ബെനിഫിറ്റുകൾ പലതും നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബിസിനസ്സിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് കമ്പയർഡ് ടു ജോബ്, ബിസിനസ്സിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ